കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്കൊരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ സർവകൃപാലുമായ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചുറ്റുപാടുകൾ എന്തെല്ലാം പ്രതികൂലങ്ങളുടെ വാർത്തകൾ ഓരോ ദിവസം കേൾക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നാടും വീടും വിട്ട് പരക്കം പായുന്നവർ, പ്രതിബന്ധങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര സുരക്ഷിതമായി നമ്മെ കാത്തു പരിപാലിച്ചു. അവിടുത്തെ മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് തിരുവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. നാം എന്താ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്? ദൈവരാജ്യം അവകാശം ആക്കാത്തവർ. കഴിഞ്ഞ 5 എപ്പിസോഡുകളായിട്ട് തുടർച്ചയായിട്ട് നാം ഈ വിഷയം ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്നതിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഏത് വക പ്രവർത്തിക്കുന്നവർ? ജഡത്തിന്റെ പ്രവൃത്തികളോ. ഗലാത്യലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വറിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നാം നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ 5ാമത്തേതാണ് ആഭിചാരം. നമുക്കൊരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യം. ലേവ്യ 19:26. അവിടെ വായിക്കുന്നു, ആഭിചാരം ചെയ്യരുത്. അപ്പൊ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, എന്ത്? ആഭിചാരം ചെയ്യരുത്. ഇന്ന് മനുഷ്യൻ ദൈവം വഴി വിട്ട് ബഹുദൂരം അകന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആത്മീയതയുടെ കപട പ്രകടനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. തങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം ഇത് വർദ്ധിച്ച് പെരുകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനോ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്കോ യാതൊരു മാറ്റവും ഇല്ലാതിരിക്കെ ഓരോരുത്തൻ അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറി. എന്ന് പറയാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് പ്രാധാന്യം നൽകാത്തൊരു തലമുറ എന്ന് ഉദയം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനാകാതെ അനേകർ എന്ന നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട്, ഗൂഢലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് വചനവിരുദ്ധമായ പല മാർഗങ്ങളും മനുഷ്യനെന്ന് അവലംബിക്കുന്നു. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാൻ, ഗൂഢലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ദൈവവചനത്തിന് വിരുദ്ധമായ പല വഴികളും ഇന്ന് മനുഷ്യൻ അവലംബിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ദൈവവചനത്തിനും ദൈവജനത്തിനും എതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ട പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുഷ്ട പിശാചിനെ കുറിച്ച് തിരുവചനം എന്താ പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും പഠിക്കുമ്പോൾ ഈ ദുഷ്ടശക്തിയുടെ ഉദയത്തെക്കുറിച്ച്, ആരംഭത്തെക്കുറിച്ച് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 28-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 28, 14 മുതൽ 17 വരെ. അവിടെ എന്താ വായിക്കുന്നത്? നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പൊ ഈ ലൂസിഫറിനെ കുറിച്ച് പറയുന്നത് നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു നേരത്തെ, ദൈവസിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബ്. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഏറ്റവും പ്രഥമമായ സ്ഥാനമാണ് ലൂസിഫറിന് കൊടുത്തിരുന്നത്. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു.
നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെണ്ണി വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. അതുകൊണ്ട് ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. അപ്പൊ ഇവിടെ ലൂസിഫറിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ സാത്താന്റെ ഉദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പൊ ഈ ലൂസിഫർ ആദ്യം എവിടെയായിരുന്നു? ദൈവത്തിന്റെ സിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം തുടങ്ങിയ നവരത്നങ്ങൾ കൊണ്ടാണ് ഈ ലൂസിഫറിനെ നിർമ്മിച്ചത്. അപ്പൊ ദൈവത്തിനെതിരെ മത്സരിച്ച അപ്പോൾ ഈ ലൂസിഫർ എന്ത് ചെയ്തു? തൻ്റെ സൗന്ദര്യത്തിന്റെ പ്രഭ നിമിത്തം അഹങ്കരിച്ച് ദൈവത്തോട് മത്സരിച്ചു. അപ്പൊ ഈ ദൈവത്തോട് മത്സരിച്ച ലൂസിഫറിനെയും അവന്റെ ദൂതന്മാരെയും എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അങ്ങനെ ദൈവത്തിനും ദൈവവചനത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടസംഘം രൂപപ്പെട്ടു. സത്താൻ എന്നത് എബ്രായ പേരാണ്. അതിനർത്ഥം എതിരാളി എന്നാണ്. ദൈവവചനത്തോടും ദൈവവ്യവസ്ഥകളോടും മത്സരിക്കുന്ന സ്വഭാവമാണല്ലോ സാത്താനുള്ളത്. അതുകൊണ്ടാണ് അവനെ എതിരാളി അഥവാ സാത്താൻ എന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപവാദി എന്നും ദൂഷകൻ എന്നും വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് പറയുന്നുവോ അതിന് നേരെ വിപരീതം പഠിപ്പിക്കുന്ന ദുഷ്ടശക്തി, അപവാദി, ദൂഷകൻ എന്നൊക്കെ പിശാചിനെ വിളിക്കുന്നു. തിന്മയുടെ മൂർത്തിമ ഭാവമായിട്ടാണ് എല്ലാവരും പിശാചിനെ കാണുന്നതെങ്കിലും ലോകത്തിൽ ഒരു വലിയ വിഭാഗം അറിഞ്ഞും അറിയാതെയും ഈ പിശാചിനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ തിന്മയുടെ മൂർത്തിമ ഭാവമാണ് സാത്താനെങ്കിലും അറിഞ്ഞും അറിയാതെയും ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ലോകത്തിലെ ഭൂരിപക്ഷം വരുന്നവരും സാത്താനെ ആരാധിക്കുന്നവരാണ്. നാം ദൈവത്തോട് അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ തന്നെ മറുപടി കിട്ടണമെന്നില്ല. കാരണം ദൈവവചനത്തിന് ചില വ്യവസ്ഥയുണ്ട്. നാം വ്യവസ്ഥ പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്കൊന്ന് വായിക്കാം. യാക്കോബ് 4:3 എന്താ വായിക്കുന്നത്? നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ചില കാര്യങ്ങൾ കിട്ടാത്തതിന് കാരണം എന്താ? നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ദൈവവചനത്തിന് വ്യവസ്ഥയുണ്ട്. ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ദൈവത്തോട് യാചിക്കാറുണ്ട്, പലതും കിട്ടാറില്ല. കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ നാം ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടിയെടുക്കാനുള്ള കുറുക്കുവഴിയായി പലരും സാത്താനെ ആശ്രയിക്കാറുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ, പെട്ടെന്ന് പണക്കാരനാകുവാൻ, അനാവശ്യമായി സ്വത്ത് സമ്പാദിക്കുവാൻ, ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വശീകരിച്ച് വശത്താക്കുവാൻ, അങ്ങനെ തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കുന്നതിനായിട്ട് അനേകരും ആരെ ആശ്രയിക്കുന്നു? സാത്താനെ ആശ്രയിക്കുന്നു. യാതൊരു വ്യവസ്ഥയില്ല. പുള്ളിയെ നമസ്കരിച്ചാൽ മതി, എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെ പലരും സാത്താനെ ആശ്രയിക്കുന്നു. അതിനുവേണ്ടി മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രം മുതലായ ജഡീക പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നവരായിട്ട് മാറുന്നു. അപ്പോൾ ഈ പ്രവൃത്തികളിലൂടെ സാത്താനെ പ്രസാദിപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ തിരുവചനം എന്ത് പറയുന്നു? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് വക? ഗലാത്യർ 5:19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വരിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ 5-ാമത്തേതാണ്. ഏത്? ആഭിചാരം. മൂലഭാഷയിൽ ഭാർമക്കിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട പദം അല്ലെങ്കിൽ ഔഷധ പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട പദം. അപ്പൊ മനുഷ്യന്റെ മാനസിക നില
തെറ്റിക്കുന്ന ഔഷധങ്ങൾ നൽകി ആത്മാക്കളോടും മറ്റ് സംസാരിക്കുന്ന മന്ത്രപ്രയോഗങ്ങൾ ഗലാത്യ സഭയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന പാപങ്ങളായ ആഭിചാരം, മന്ത്രം, കൂടോത്രം, ലക്ഷണവിദ്യ, ജാലവിദ്യ തുടങ്ങിയവ ഇന്നും സമൂഹത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അനേകരും മന്ത്രം, കൂടോത്രം, ജാലവിദ്യ, ലക്ഷണം വിദ്യ, ആഭിചാരം തുടങ്ങിയ പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. എന്നാൽ തിരുവചനം എന്താ പറയുന്നത്? ലേവ്യ 19:26 ആഭിചാരം ചെയ്യരുത്. കാരണം എന്താ? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നാം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കാണുകയും കേൾക്കുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അടുത്ത വാക്യം, എന്നാൽ ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാനെന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് അപാലവൃദ്ധം അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്ര അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്തു? സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ശീമോൻ താനും സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരും നമ്മ വിട്ടുപോയി. പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. ഇത് കണ്ട ജനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചു. അവിടെ ശീമോൻ എന്നു പേരുള്ള ഒരു ആഭിചാരകൻ ഉണ്ടായിരുന്നു. ഏറിയ കാലമായിട്ട് ആഭിചാരം ചെയ്ത് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു വന്ന ശീമോനും ഇതെല്ലാം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആഭിചാരമല്ല ഉപേക്ഷിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതൊരു വലിയ പരമാർത്ഥമുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടപ്പോൾ അന്നുവരെ ആഭിചാരത്താൽ ആ പട്ടണത്തെ ഭ്രമിപ്പിച്ചിരുന്ന ശീമോൻ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പരമാർത്ഥമുണ്ട്. അതായത് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് മുമ്പിൽ ആഭിചാരന്മാർക്ക് നിൽക്കുവാൻ സാധ്യമല്ല. അപ്പൊ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് മുമ്പിൽ ഒരാഭിചാരകനും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 19:8 വായിക്കുന്നു, പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നു, ദൈവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു? ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിച്ചു. 19:11-12 വാക്യങ്ങൾ, അപ്പോസ്തലരുടെ പ്രവൃത്തികൾ 19:11-12 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പൊ പൗലോസിനെയും മറ്റ് അപ്പോസ്തലന്മാരെയും ദൈവം ശക്തമായിട്ട് കരങ്ങളിൽ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. അവരുടെ ശരീരത്തിൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുപോയി ഇട്ടപ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു. വീണ്ടും 19-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ, ആരാണ് മന്ത്രവാദികളായ ചില യഹൂദന്മാർ, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ സ്കേവ എന്ന് പറയുന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. എന്നാൽ അശുദ്ധാത്മാവരോട്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആരാകുന്നു ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് കണ്ട് എല്ലാവർക്കും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടായി. ഇനി അടുത്ത വാക്യം, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന
പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ നാമം ശക്തിയോടെ മഹിമയോടെ പരന്ന് ബലപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കുന്ന വലിയ സത്യം, ആഭിചാരകന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് മുമ്പിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. 50,000 വെള്ളിക്കാശ് വില വരുന്ന പുസ്തകങ്ങളെ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. കാരണം തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ആഭിചാരം ചെയ്യരുതെന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ചോദിക്കട്ടെ, നാം ആഭിചാരം എന്ന ജഡത്തിന്റെ പ്രവൃത്തിക്ക് വശംവദരാണോ? ആഭിചാര കർമ്മങ്ങൾക്കൊന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാവ് 47:9, യെശയ്യാവ് 47:9, പുത്രനഷ്ടം, വൈധവ്യം, ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും, നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിറപടിയായി ഭവിക്കാതിരിക്കുകയില്ല. അപ്പൊ നോക്കിക്കേ, പുത്രനഷ്ടം, ആഭിചാരകന്മാർക്ക് വരുന്ന പ്രശ്നമാണ് പുത്രനഷ്ടം, വൈധവ്യം എന്നിവ ഒരു ദിവസത്തിൽ തന്നെ നിന്നെ പിടികൂടും. നിന്റെ ആഭിചാരങ്ങൾ എത്ര പെരുകിയിരുന്നാലും, മന്ത്രപ്രയോഗങ്ങൾ എത്ര അധികമായിരുന്നാലും അവയ്ക്കൊന്നും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പൊ ആഭിചാര കർമ്മങ്ങൾക്കെതിരെ തിരുവചനം നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവൃത്തിയാണെന്ത്? ആഭിചാരം. ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു മനസ്സാന്തരം ആവശ്യമാണ്. കാരണം നാം ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. തിരുവചനം വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആവർത്തനം 18:10 മുതൽ 12 വരെ. ആവർത്തനം 18:10 മുതൽ 12 വരെ എന്താ വായിക്കുന്നത്? തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ചനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അപ്പോൾ നോക്കിയേ, തിരുവചനം എന്താ പറയുന്നത്? തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, ക്ഷുദ്രക്കാരൻ, ആഭിചാരകൻ, മന്ത്രവാദി, ലക്ഷണം പറയുന്നവൻ, അഞ്ചനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം ദൈവത്തിന് വെറുപ്പാകുന്നു. വേദപുസ്തകം വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്താ കാരണം? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തെ. ആവർത്തനം 18:14-15 വാക്കുകൾ വായിക്കുമ്പോൾ ആവർത്തനം 18:14-15, നീ നീക്കിക്കളവാനിരുന്ന ജാതികൾ ആഭിചാരകന്മാരുടെയും പ്രശ്നക്കാരുടെയും മുഹൂർത്തക്കാരുടെയും ഒക്കെ വാക്ക് കേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു പ്രവാചകനെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. അപ്പൊ നോക്കിയേ, ദൈവം നീക്കിക്കളവാനിരുന്ന ജാതികൾ പ്രശ്നക്കാരുടെയും മുഹൂർത്തക്കാരുടെയും ഒക്കെ വാക്ക് കേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു പ്രവാചകനെ നിന്റെ സഹോദരന്മാരുടെ മധ്യ എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. അപ്പൊ ദൈവവചനത്തിനാണ് നാം കാതോർക്കേണ്ടത്. പ്രശ്നക്കാർക്കും മുഹൂർത്തക്കാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും വെളിച്ചപ്പാടന്മാർക്കും ലക്ഷണം പറയുന്നവർക്കും അഞ്ചനക്കാരന്മാർക്കൊന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഒരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ ആഭിചാര കർമ്മങ്ങളൊന്നും നമ്മെ ബാധിക്കത്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചേക്കാം, മറ്റുള്ളവർ ചെയ്യുന്ന ആഭിചാരങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമോ? നാം യഥാർത്ഥ ദൈവമക്കളാണെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. എന്നാൽ സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-24 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ മോവാബ് രാജാവായ സിപ്പോരിന്റെ മകൻ ബാലാക്ക് ബിലയാം എന്ന പ്രവാചകനെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിനെതിരെ ശപിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അനുഭവം നമുക്കറിയാം. എന്താ സംഭവിച്ചത്? ശപിക്കാൻ കൊണ്ടുവന്ന പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ നോക്കി എന്താ പറഞ്ഞത്? ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആഭിചാരം യാക്കോബിന് ചേർന്ന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കത്തില്ല. അപ്പം നാം യഥാർത്ഥ യാക്കോബാണെങ്കിൽ, ഇസ്രായേൽ ആണെങ്കിൽ, ഒരു ആഭിചാര കർമ്മങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല, ഒരു ക്ഷുദ്ര പ്രയോഗങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. അതോർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക,
യാതൊരു ആഭിചാരങ്ങൾക്കും ക്ഷുദ്രപ്രയോഗങ്ങൾക്കും നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല. എങ്ങനെയായാൽ നാം യഥാർത്ഥ ഇസ്രായേലായാൽ, നാം യഥാർത്ഥ ദൈവപൈതലായാൽ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ശപിക്കുവാൻ വന്നവൻ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുകയാണ്. എന്താണ്? ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം ആ ചരിത്രമാണ് ഈ സംഖ്യ 23, 24 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ലേവ്യ 19, 26 ആഭിചാരം ചെയ്യരുത്. എന്താ കാരണം? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നാം സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ദൈവമക്കളാണെങ്കിൽ, നാം സ്വർഗീയ കനാനിലേക്കുള്ള പ്രയാണത്തിലുള്ള ആയിരിക്കുന്ന ദൈവമക്കളാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ആഭിചാര കർമ്മങ്ങൾക്ക് അവസാനം വരുത്തേണ്ടതായിട്ടുണ്ട്. നാം ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ, ആഭിചാരം, മന്ത്രം, ക്ഷുദ്രം, ലക്ഷണം, അഞ്ചനക്കാരൻ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കുക. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ തെറ്റായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാനവയെ മനഃപൂർവ്വം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇനി ആ പാപങ്ങളിലേക്ക് തിരിയാതെ വണ്ണം എന്നെ തന്നെ ഇതാ പൂർണ്ണമായിട്ട് ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനൊരു തീരുമാനമുണ്ടായാൽ ദൈവം നമ്മെ മാനിക്കും. നാം ദൈവവചനത്തിന് വിരുദ്ധമായ ആഭിചാര പ്രക്രിയകൾ ചെയ്യുന്നവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, നാം സ്വർഗരാജ്യത്തിന് പുറത്തായിരിക്കും നമ്മുടെ സ്ഥാനം. അതുകൊണ്ട് നല്ല തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കും. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എന്തു തന്നെയായിരുന്നാലും അതിനെയൊക്കെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു കർത്താവിനെ നാം വിളിക്കുന്നത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്നലെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വചനം എൻ്റെ കർത്താവിൻ്റെതാണ്, അടിയങ്ങളും അവിടത്തേക്കുള്ളവരാണല്ലോ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ തെറ്റായ ജീവിത പാതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കൊരു മാനസാന്തരം കൊടുക്കണമേ. ദൈവവഴികൾ നടക്കുവാൻ, ദൈവരാജ്യത്തിന് അവകാശങ്ങളായി തീരുവാൻ പ്രിയമക്കളെ ഒരുക്കണമേ കർത്താവേ. ആഭിചാരം ചെയ്യരുത് എന്ന് വചനം പറയുന്നല്ലോ. കാരണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല തിരുവചനം പറയുമ്പോൾ, കർത്താവേ, വചനത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ മക്കളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തണമേ. മാനവമഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിൽ കാണാൻ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിച്ച് വചനത്തിനനുസരിച്ച് വളരുവാൻ, ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979777. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം
ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.